ഇന്ന് നമ്മൾ കക്കാട്ടാറ്റിൽ തുണി അലക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ട കാഴ്ചകൾ നോക്കാം. കണ്ടില്ലേ, ആറ്റിൽ നല്ല ഒഴുക്കുണ്ട്. എന്തായാലും നമുക്ക് തുണി അലക്കാം, അതിനോടൊപ്പം ഇവിടുത്തെ കാഴ്ചകളും കാണാം. നമ്മൾ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ ഒരു പരുന്ത് പറന്ന് പോകുന്നത് കണ്ടു. പ്രകൃതി സൗന്ദര്യങ്ങൾ ഒത്തിണങ്ങിയ നമ്മുടെ കക്കാട്ടാർ ഇങ്ങനെ ഒഴുകുകയാണ്. പമ്പാ നദിയിലേക്കാണ് ഈ ഒരു കക്കാട്ടാർ ഒഴുകിച്ചേരുന്നത്. കക്കാട്ടാർ ഒഴുകി വരുന്നത് വനങ്ങൾക്ക് നടുവിലൂടെയാണ്. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പുണ്ട്. ധാരാളം കാട്ടുമൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കുവാൻ വേണ്ടി ഈ ഒരു കക്കാട്ടാറിൻ്റെ തീരത്താണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു കക്കാട്ടാറിൻ്റെ തീരത്തുള്ള കാഴ്ചകൾ കണ്ടു നോക്കാം. ഇത് ആറ്റുപേഴ്, അതിൻ്റെ ഒരു പൂവാണ്. ഈ ഒരു ആറ്റുപേഴ് ആറിൻ്റെ തീരത്താണ് ഉണ്ടാകുന്നത്. അതിനാലാണ് ഈ ഒരു ആറ്റുപേഴ് എന്ന പേര് കിട്ടിയത്. ഇത് ആവണക്കാണ്. ആവണക്ക് ഈ ഒരു ആറിൻ്റെ തീരത്ത് കുറേ ചെടികളുണ്ട്. ആവണക്കിൻ്റെ അതിങ്ങനെ ഉണ്ടായി നിൽക്കുകയാണ്. ദേ 2-3 പശുക്കളൊക്കെ അവിടെ നിന്ന് തീറ്റയൊക്കെ തിന്നുന്നുണ്ടോ. ഒരെണ്ണം ദേ വെള്ളത്തിലിറങ്ങി വെള്ളം കുടിക്കുവാൻ ഇറങ്ങി ഇങ്ങനെ നിൽക്കുക. ഉണക്കല്ലേ, മൃഗങ്ങൾക്കും വെള്ളം വേണം. അതുപോലെ കാട്ടുമൃഗങ്ങളും എല്ലാം ഈ കാണുന്നത് പോലെ വെള്ളം കുടിക്കാൻ ആറിൻ്റെ തീരത്ത് വരും. കണ്ടില്ലേ, ആറ്റിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരു മരം. ഈ ഒരു മരത്തിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. ഇതെനിക്ക് തോന്നുന്നു ആറ്റുവഞ്ചി എന്ന മരമാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് മൂട്ടാമ്പുള്ളി അല്ലെങ്കിൽ ഞെട്ടങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞെട്ടങ്ങയുടെ ഒരു ചെടിയാണ് ഇത്. കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കാ പറിച്ച് നെറ്റിയിൽ ഉടച്ച് ശബ്ദം ഉണ്ടാക്കുമായിരുന്നു. വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഞൊട്ടാഞ്ഞൊടിയനെ വെറും കാട്ടുചെടിയായി ആരും കാണരുത്. ഈ കാണുന്നതാണ് ചുണ്ടയ്ക്ക. ആറിൻ്റെ തീരത്ത് ധാരാളം ഇതിൻ്റെ തൈകളുണ്ട്. ദേ ഒരു തൈയിൽ കായൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടോ. ഇത് തോരൻ വയ്ക്കാനൊക്കെ നല്ലതാണ്. ആറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദേ ചെറിയ മീനുകളൊക്കെ ആറ്റിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നതൊക്കെ കണ്ടോ, നല്ല രസമുണ്ട്. അങ്ങനെ ഈ ഒരു ആറിൻ്റെ തീരത്ത് വന്ന് വീഡിയോ ഒക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ദേ ആ റോഡിൽ കൂടി വാഹനങ്ങളൊക്കെ പോകുന്നത് കണ്ടോ. സീതത്തോട് പാലം പണി ആയതുകൊണ്ട് ഈ ഒരു റോഡിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നത്. വനത്തിനുള്ളിൽ കൂടി തന്നെ പോകുന്ന ഒരു റോഡാണ്. നമ്മുടെ സീതത്തോട് പാലം പണി 100 ദിവസം കൊണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. മാർച്ച് മാസം 5-ാം തീയതിയാണ് സീതത്തോട് പാലത്തിൻ്റെ ഉദ്ഘാടനം. സീതത്തോട് പാലം പണി പൂർത്തീകരിച്ചത് നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്ത് തന്നെയാണ്. പാലം പണിയുടെ വീഡിയോ ഒക്കെ അടുത്ത ദിവസം ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മൾ ഇതേ വളരെ പെട്ടെന്ന് ആറ്റിലെ വെള്ളം കുറഞ്ഞു. കണ്ടില്ലേ, ആ കല്ലൊക്കെ തെളിഞ്ഞു വരുന്നു. എന്തായാലും ഡാമിൽ നിന്നുള്ള വെള്ളം അവർ പൂട്ടിയതായിരിക്കും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒഴുക്കൊക്കെ നിന്ന് വരികയാണ്. ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തുണിയൊക്കെ കഴുകി ഇവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങി.